നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് ശേഷം അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തിയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ട രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ ആണ് സമൂഹമാധ്യമങ്ങളിൽ അങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെതിരെ അതിജീവിത നൽകിയ പരാതിയിൽ ഉടൻ നടപടി ഉണ്ടാകാൻ പോകും എന്ന ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അനന്തകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, വലിയ കൺസേൺ, വലിയ ആശങ്കയാണ് അതിജീവിതയെ സംബന്ധിച്ച് ഈ പുറത്തേക്ക് വരുന്ന ഇപ്പോഴത്തെ വീഡിയോ ശകലങ്ങൾ എന്നാണ് അതിജീവിത തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി അറിയുന്നു. മാത്രമല്ല, ഇത് പുറത്തേക്ക് വരുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ രണ്ടാം പ്രതി മാർട്ടിൻ്റെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അത് ജാമ്യം നേടി ഇറങ്ങിയതിന് ശേഷമുള്ള സംഭാഷണങ്ങളാണ്. ആ സംഭാഷണങ്ങൾ എന്തുകൊണ്ട് ഈ വിചാരണ കോടതിക്ക് മുൻപാകെ കൊണ്ടുവന്നില്ല, അല്ലെങ്കിൽ വിചാരണ കോടതി തള്ളിയ കാര്യങ്ങളാണ് ഈ വ്യക്തി പറയുന്നത്. അപ്പോൾ അത് ഏറ്റുപിടിക്കുന്നത് ശരിയാണോ? പ്രതീക്ഷ, അത് ഏറ്റുപിടിക്കുന്നത് മാത്രമല്ല, അത്യന്തം അപകടകരമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പോകുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. കാരണം നമുക്കറിയാം, ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസാണ് ഈ നടിയെ ആക്രമിച്ച കേസ്. അത് ആ രീതിയിൽ, ആ ഘട്ടത്തിലും അതിൻ്റെ അന്വേഷണ ഘട്ടത്തിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിചാരണ നടക്കുന്ന ഘട്ടത്തിലും ഒടുവിൽ വിധി പറയുന്ന ഘട്ടത്തിലും അത്രത്തോളം സെൻസേഷണലായിരുന്നു. ഇതിനകത്ത് ഓരോ എലമെൻസും, വിധി പറഞ്ഞ രീതി, വിധി, പ്രോസിക്യൂഷൻ്റെ നിലപാടുകൾ, അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇഴകീറി പരസ്പരം ഒരു എന്താ പറയുന്നത്, ഒരു തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു കാര്യം കൂടി വന്നത്. അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണം, കൃത്യമായ ഒരു 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 ഗൂഢാലോചന ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതല്ലെങ്കിൽ ഈ മാർട്ടിൻ്റെ ഈ വീഡിയോ ഇപ്പോൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? ഇതെന്നാണ് ഷൂട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന കണ്ടന്റ് ഈ അന്വേഷണ ഘട്ടത്തിലോ അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ വിചാരണയ്ക്ക് എടുക്കുമ്പോഴോ ഇയാൾ പറയാതിരുന്നത്? ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ കേസ് ആ കാര്യങ്ങളും കൂടെ അന്വേഷിക്കത്തില്ലായിരുന്നോ? ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്? ഇതിപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നത്? ഞാൻ ദിലീപ് അനുകൂലികളായിട്ടുള്ള വ്യക്തികളാണ്, അല്ല ഈ ശ്രീജിത്ത് പെരുമന, അങ്ങനെ വളരെ പ്രൊഫൈൽ, അതായത് ദിലീപിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ അടക്കം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? തീർച്ചയായിട്ടും അത് ദിലീപ് അനുകൂലികളാണ് ഇത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത്. കാരണം അതിനകത്ത് മാർട്ടിൻ പറയുന്ന കഥ ദിലീപിന് അനുകൂലമാണ്. ഇതിനകത്ത് പ്രതിയേർക്കപ്പെടുകയും കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് ദിലീപ്. ആ ദിലീപിന് അനുകൂലമായൊരു കഥയാണ് മലയാള സിനിമയിൽ നിന്ന് തന്നെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ നീക്കം ചെയ്യാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് നടി ആക്രമിക്കപ്പെട്ടത് എന്നാണ് മാർട്ടിൻ പറയുന്നത്. മാർട്ടിൻ പറയുന്നത് ഇതുവരെയുള്ള പ്രോസിക്യൂഷൻ കേസിൽ നിന്നും വ്യത്യസ്തവും വിചിത്രവുമായൊരു കഥയാണ്. കാരണം ആ കാറിൽ കയറിയ ആൾക്കാരെ, മാർട്ടിൻ പറയുന്ന ആൾക്കാരെ നോക്കൂ, ആരൊക്കെയാണ്? അപ്പോൾ നടൻ സംവിധായകനൊക്കെയായ ലാലിൻ്റെ ഇതിലുള്ള പങ്കാളിത്തം ഒക്കെ വളരെ ദുരുദ്ദേശപരമായ രീതിയിൽ ചിത്രീകരിച്ചാണ് അയാൾ പറയുന്നത്. കൃത്യമായി ഒരു സിനിമാക്കാരൻ എഴുതി കൊടുത്ത ഒരു കഥ കാണാതെ പഠിപ്പിച്ച് മാർട്ടിനെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് അയാളുടെ ആ പറയുന്ന കാര്യത്തിൽ തന്നെയുണ്ട്. തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് അയാൾക്ക് ഇടറുന്നുണ്ട്, കാല് തെറ്റുന്നുണ്ട്, കഥ തെറ്റുന്നുണ്ട്. അപ്പോൾ അയാൾ ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പം പാലാരിവട്ടത്തേക്ക് തിരിഞ്ഞു, പാലാരിവട്ടം, പിന്നെ അവിടെ പെട്ടെന്നൊരു പെശക് വരികയാണ്. ഇത് അനുഭവിച്ച ഒരാൾ പറയുന്നത് പോലെ അല്ല അയാൾ ആ കഥ പറയുന്നതെന്ന് അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും, ഏത് പോലീസുകാരനും മനസ്സിലാകും. കാരണം പോലീസുകാർക്ക് അറിയാമല്ലോ. ഇപ്പോൾ എന്തായാലും ഇതിനകത്ത് ഈ നടി പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഷെയർ ചെയ്ത ആളുകൾ രണ്ടാം പ്രതിയായ മാർട്ടിനാണ് പറയുന്നത്. മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ ഇനി അതിന്മേൽ എന്ത് കേസിട്ട് അതിജീവിതയ്ക്ക് കുറച്ചുകൂടി നീതി ഇക്കാര്യത്തിൽ ലഭ്യമാണ്. കാരണം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് പറയുന്നത്. അത് ഏറ്റുപിടിക്കാൻ പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യുന്നു, അതിൽ കമന്റ് ഇടുന്നു, അങ്ങനെ പല രീതിയിൽ വാട്സപ്പിലേക്കും എല്ലാ സമൂഹ മാധ്യമങ്ങളിലേക്കും അയക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് ഇതിലൊരു തടയിടാൻ, ഇതൊക്കെ ഷെയർ ചെയ്യപ്പെടുന്നവർ കൂടി ഇതൊരു പ്രത്യേക കേസായിട്ട് അന്വേഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എങ്ങനെയാണ് പുറത്തു വന്നതെന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ ഈ പിന്നെ അതിജീവിതയുടെ പരാതിയിൽ തൃശ്ശൂർ സിറ്റി സൈബർ പോലീസ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കേസെടുക്കുക. അതിൻ്റെ നടപടികൾ ഇപ്പോൾ FIR ഉടൻ തന്നെ വരും. അതിൻ്റെ ഏതാണ്ട് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് ബന്ധപ്പെടുമ്പോൾ അവരിപ്പോൾ എപ്പോൾ വേണമെങ്കിലും FIR രജിസ്റ്റർ ചെയ്യപ്പെടാം എന്നുള്ള ഘട്ടത്തിലാണ്. ഇതിനകത്ത് മാർട്ടിൻ്റെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ആര്, എപ്പോൾ, മാർട്ടിൻ ആരോടാണ് ആരുടെ മൊബൈലിലാണ് ഈ കഥ പറയുന്നത്? മാർട്ടിൻ എന്തുകൊണ്ടാണ് ഈ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണല്ലോ ഇതെടുത്തത്? ജാമ്യത്തിൽ ഇറങ്ങി ഇത്രയോ ദിവസത്തിന് ശേഷമാണ് വിധി വന്നത്. വിധി വന്ന് മാർട്ടിൻ ജയിലിൽ പോയി കഴിഞ്ഞു. അതായത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 8-ാം തീയതി കണ്ടെത്തിയ അന്ന് തന്നെ മാർട്ടിൻ്റെ ജാമ്യം റദ്ദായി. അയാൾ വിയൂർ ജയിലിലേക്ക് പോയി. വിയൂർ ജയിലിൽ നിന്നാണ് അയാൾ ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് വന്നത്. അവിടെ നിന്ന് 20 വർഷത്തെ തടവ് വാങ്ങിയിട്ട് അയാൾ വീണ്ടും വിയൂർ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴാണ് ഷൂട്ട് ചെയ്തത്? വിധി വന്നതിന് ശേഷമാണോ? അതല്ല, കാണുമ്പോൾ അറിയാം ഒരു ഹോട്ടൽ മുറിയിലാണ് അയാൾ നിൽക്കുന്നത്. നല്ല ടീഷർട്ടൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ
ഒരു കഥ, തിരക്കഥ, സംവിധാനം ഒക്കെ ആ ക്യാമറയ്ക്ക് മുന്നിൽ അതിവിദഗ്ധരായ ആൾക്കാർ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ഇത്ര കൃത്യതയോടെ അതിനകത്ത് ട്വിസ്റ്റുകളും ഒക്കെ വെച്ച് പറയാൻ പറ്റുന്ന ഒരു കഥ തയ്യാറാക്കി അയാൾക്ക് കൊടുത്തു. അതിൽ ഞാൻ മാർട്ടിനെ അഭിനന്ദിക്കുന്നു. ആ കഥ ഗംഭീരമായിട്ട് കാണാതെ പഠിച്ച് അവതരിപ്പിച്ചു. അവസാനം മാത്രമേ അയാൾക്ക് പാടുള്ളൂ. ലാസ്റ്റ് നമ്മൾ പാലാരിട്ട് വന്നപ്പം മാർട്ടിന് വഴി തെറ്റി, കഥ തെറ്റി, അവിടെ നിന്ന് പതറി. പക്ഷെ എന്നാലും അയാൾ അതിജീവിച്ച് ആ കഥ പറഞ്ഞു, അത് ഫലിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ആരാ പുറത്തു വിട്ടെ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണം. ഇപ്പോൾ മാർട്ടിൻ ജയിലിൽ പോയതിനു ശേഷം ഈ കഥ എങ്ങനെ പുറത്തു വന്നു, മാത്രമല്ല അതുമൂലം ഉണ്ടാകുന്ന ആർക്കാണ് ഗുണമുണ്ടാകുന്നത് എന്ന് കൂടി ചിന്തിക്കണം. തീർച്ചയായും അപ്പോൾ അതിജീവിത പറഞ്ഞ ആ വേദനകൾ അത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും മാർട്ടിനെ ശബ്ദിക്കാൻ ഉള്ള ഓപ്പറേഷൻസ് അടക്കം നടത്തി മാർട്ടിന് വേണ്ടി ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് എന്നടക്കം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്.